വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഏഴാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ഇപ്രാവശ്യം ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നത് പുതിയ സിലബസിൻ്റെ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അപ്പോൾ നിർദ്ദേശങ്ങൾ: ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം, സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ വായിക്കാനും ഇഷ്ടമുള്ളവ തിരഞ്ഞെടുക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കണം. ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കി വേണം ഉത്തരം എഴുതുവാൻ. ഉത്തരം എഴുതുമ്പോൾ സ്കോർ സമയം ഇവ പരിഗണിക്കണം. ഇനി 6 പ്രവർത്തനത്തിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. 5 സ്കോർ വീതം. അപ്പോൾ കൂട്ടുകാർക്ക് ഏറ്റവും അറിയാവുന്ന 5 പ്രവർത്തനങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ നമുക്കിനി ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം. പ്രവർത്തനം 1. നെൽവിത്തുകളുടെ സംരക്ഷകനും പ്രചാരകനുമായ ഒരു വ്യക്തി. പാരമ്പര്യ കർഷകനായ അദ്ദേഹത്തെ തേടിയെത്തിയത് പത്മശ്രീ അവാർഡായിരുന്നു. 60-ലധികം നെൽവിത്തുകൾ തലക്കര ചെറിയരാമൻ സംരക്ഷിക്കുന്നുണ്ട്. നെൽവിത്തുകളുടെ ജീൻ ബാഗർ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. 2011 ഹൈദരാബാദിൽ വെച്ച് നടന്ന ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായുള്ള 11 രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചിരുന്ന വയനാടിൻ്റെ നെല്ലച്ചന് പുതുതലമുറയോട് പറയാനുള്ളത് ഇതുമാത്രം: ഒരു കയ്യിൽ ഏതണം അറിവിൻ്റെ പുസ്തകം, മറു കയ്യിലെന്തേണം പണിയായുധം. ഈ ചോദ്യം പുതുതലമുറയോട് നെല്ലച്ചന് പറയാനുള്ളതെന്ത്? എന്താണ് പറയാനുള്ളത്? ഒരു കയ്യിൽ ഏതണം അറിവിൻ്റെ പുസ്തകം, മറു കയ്യിലെന്തേണം പണിയായുധം. ഇനി ബി ചോദ്യം: ചെറുവയൽ രാമൻ്റെ ശരിയായ പേരെന്ത്? എന്താണ് ഉത്തരം? തലക്കര ചെറിയരാമൻ. സി ചോദ്യം: അദ്ദേഹത്തെ ഏതെല്ലാം പേരിൽ അറിയപ്പെടുന്നു? ഏതെല്ലാം പേരിലാണ്? തലക്കര ചെറിയരാമൻ, ജീൻ ബാഗർ, നെല്ലച്ചൻ. പ്രവർത്തനം 2. കാർഷികോത്സവങ്ങളും നാട്ടുത്സവങ്ങളും ജനമൈത്രി നിലനിർത്താൻ സഹായിക്കുന്നതെങ്ങനെ? ഉത്തരം: കേരളത്തിലെ കാർഷിക പ്രാദേശിക ഉത്സവങ്ങൾ പൊതുവായ ഒരു സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്നതിലൂടെ ജനങ്ങൾക്കിടയിലെ ഐക്യം, സാഹോദര്യം വളർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കും. ആധുനിക ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഇത്തരം കൂടിച്ചേരലുകൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒത്തുചേരാനുള്ള വേദിയാണ്. അതിലൂടെ ജനമായിട്ട് നമുക്കുണ്ടാകാൻ സാധിക്കും. ഇനി ബി ചോദ്യം: ചേർക്കുണ്ടി താഴ്ത്തുമീ വിരലിൽ തുമ്പത്രേ, നാട്ടിൻ്റെ നന്മകൾ നെയ്തൊടുപ്പു. ആരെക്കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത്? ആരെക്കുറിച്ചാണ്? പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന കർഷകരെ കുറിച്ചാണ് കവി ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. പ്രവർത്തനം 3. നാട്ടിലെ പ്രായം ചെന്ന കൃഷിമുത്തച്ഛരെ കാണാനും വിവിധ കൃഷിരീതികൾ, പണ്ടത്തെ വിത്തിനങ്ങൾ, കൃഷി ഉപകരണങ്ങൾ, വിത്തു സംരക്ഷണം എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാനുമായി ഒരു യാത്ര നടത്താൻ മലയാളം ക്ലബ് തീരുമാനിച്ചു. അവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങൾ അന്വേഷിച്ച് ഓരോരുത്തരും 10 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ചോദ്യാവലി തയ്യാറാക്കി കരുതാൻ അധ്യാപിക ആവശ്യപ്പെട്ടു. നമുക്ക് ആ ചോദ്യാവലി തയ്യാറാക്കാം. അപ്പം കൃഷി മുത്തച്ഛനോട് നമുക്ക് ചോദിക്കാൻ കഴിയുന്ന 10 ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചോദ്യം ചോദിക്കാം? താങ്കളുടെ പ്രധാന കൃഷികൾ ഏതെല്ലാം? ഏതൊക്കെ വിളകളാണ്? കൃഷിക്കായുള്ള മുന്നൊരുക്കങ്ങൾ എന്തെല്ലാമാണ്? എങ്ങനെയാണ് മണ്ണ് ഒരുക്കുന്നത്? 3. വിളവെടുപ്പ്, വിള സംസ്കരണവും എങ്ങനെയാണ് ചെയ്യുന്നത്? 4. ജലസേചനത്തിന് ഏത് രീതിയാണ് ഉപയോഗിക്കുന്നത്? 5. കൃഷിക്കായുള്ള സർക്കാർ പദ്ധതികളുടെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കാറുണ്ടോ? വിളകൾ എവിടെയാണ് നിൽക്കുന്നത്? വില നിശ്ചയിക്കുന്നത് ആരാണ്? കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? രാസവളമാണോ ജൈവവളമാണോ നിങ്ങൾ കൂടുതലായി ഉപയോഗിക്കാറുള്ളത്? പുതുതലമുറയ്ക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? നിങ്ങൾ എത്ര വർഷമായി കൃഷി ചെയ്യുന്നു? കൃഷി ലാഭകരമാണോ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ആ കൃഷി മുത്തച്ഛനോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാർ കുറച്ച് ചോദ്യാവലി തയ്യാറാക്കി നോക്കണം. പ്രവർത്തനം 4. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. അവിടെ ഹിൻസ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. CR രാജഗോപാലൻ എന്ന വ്യക്തിയെ കുറിച്ചിട്ടാണ് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഫോക്ലോർ ഗവേഷകനും എഴുത്തുകാരനും
അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടുള്ള കൃതികളെ കുറിച്ചിട്ടും അവാർഡുകളെ കുറിച്ചിട്ടും പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ആദ്യം അദ്ദേഹത്തിന്റെ പേര് ഒരു ഹെഡിങ് എന്ന രീതിയിൽ CR രാജഗോപാലൻ എന്നെഴുതുക. അതിനുശേഷം കേരളത്തിൽ നിന്നും ഒരു ഫോക്ലോർ ഗവേഷകനും എഴുത്തുകാരനും അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്ന CR രാജഗോപാലൻ ജീവിത കാലഘട്ടം 1957 മുതൽ 2028 വരെയാണ് അദ്ദേഹത്തിൻ്റെത്. അതുപോലെ നാടോടി കഥകളുടെയും ഗോത്ര സംസ്കാരത്തിൻ്റെയും നിരീക്ഷണത്തിനും സംരക്ഷണത്തിനും പ്രവർത്തിച്ച അദ്ദേഹം പൈതൃകത്തെക്കുറിച്ചും നാടോടി കഥകളെക്കുറിച്ചുമുള്ള നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗോത്രകലാ വിടവുകൾ, ദേശസൗന്ദര്യബോധം, മുടിയേറ്റ്, നാടോടി നേരങ്ങ്, കാവേറ്റം തുടങ്ങിയ പ്രധാന കൃതികളാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെയും കേരള സംഗീത അക്കാദമി, നാടക അക്കാദമിയുടെയും അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി അതിലെ B ചോദ്യമാണ്. പദച്ചേരുവകൾ എഴുതൂ. കൃത്യം ആയിരുന്നില്ല, അത് കൂട്ടുമ്പോൾ കൃത്യമായിരുന്നില്ല. വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ എന്നായി മാറും. ഇനി പ്രവർത്തനം 5. ഇവിടെ വയലോപ്പിള്ളിയുടെ 4 വരി കവിത കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം ഈ വരികളിലെ ആശയവും ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ആശയവും തമ്മിൽ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ വരികൾ കൂട്ടുകാർ വായിച്ചു നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ആശയം നമുക്ക് അറിയാവുന്നതാണ്. അത് രണ്ടും കൂടി താരതമ്യം ചെയ്യാനാണ്. അപ്പോൾ നോക്കാം. വയലോപ്പിള്ളിയുടെ കയ്പവല്ലരി എന്ന കവിതയിലെ വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഭൂമിയെ പുഷ്പസമൃദ്ധമാക്കുന്ന കല അഥവാ കൃഷി പോലെ നിർവൃതി നൽകുന്ന മറ്റൊരു സർഗാത്മക പ്രവൃത്തി ഭൂമിയിൽ വേറെയില്ല എന്നാണ് വയലോപ്പിള്ളി കവിതയിലൂടെ പറയുന്നത്. കടത്തനാട്ട് മാധവി അമ്മയുടെ ഗ്രാമശ്രീകൾ എന്ന കവിതയിൽ കർഷകർ കഞ്ഞി നെൽക്കണ്ടം എഴുതി മുറിക്കുന്നതും കർഷക സ്ത്രീകളാകുന്ന ഗ്രാമശ്രീകളുടെ കൈകൾ പാടത്തെ ചെളിയിൽ പണിയുന്നതും ഞാറു നടുന്നതുമെല്ലാം കാവ്യാത്മകരമായി സൂചിപ്പിക്കുന്നു. കൃഷിയുടെ മഹത്വത്തെക്കുറിച്ചാണ് 2 കവിതയിലൂടെ പറയുന്നത്. ഇനി പ്രവർത്തനം 6. ഹരിത വിദ്യാലയം പുരസ്കാരം നേടിയ കോഡാലി ഗവൺമെൻറ് UP സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ച് ഒരു കത്ത് തയ്യാറാക്കുക. അപ്പോൾ ഒരു കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്നത് സന്തോഷവും പ്രചോദനവുമാണ്. കൃഷിയോട് താല്പര്യമുള്ള ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കാൻ ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾക്ക് കഴിയും. നിങ്ങൾ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് മാതൃകയാവുകയാണ് ചെയ്യുന്നത്. അവരെ കൃഷിയിൽ ഏർപ്പെടാൻ പ്രചോദിപ്പിക്കുകയും കൃഷിയോട് താല്പര്യമുള്ളവർ ആക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.